ഏറ്റവും അധികം വിഷനറിയായുള്ള പദ്ധതികളിൽ ഒന്നായി തോന്നിയത് 7 അതിവേഗ റെയിൽവേ കോറിഡോറുകളുടെ പ്രഖ്യാപനമാണ്. നമുക്കറിയാം, ലോകം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. ചൈനയും ജപ്പാനും ഒക്കെ ഹൈസ്പീഡ് ട്രെയിനുകളിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മളിപ്പോഴും അത് പരീക്ഷിക്കുന്നതേ ഉള്ളൂ. 7 പുതിയ അതിവേഗ റെയിൽവേ കോറിഡോറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും വാരണാസിയിലേക്കും വാരണാസിയിൽ നിന്നും സിലിഗുരിയിലേക്കുമാണ് വടക്കുള്ള 2 കോറിഡോറുകൾ. ബാക്കി 5ഉം മുംബൈ മുതൽ ചെന്നൈ വരെയാണ്. മുംബൈയിൽ നിന്നും പൂനെയിലേക്ക് 3ാമത്തേത്, പൂനെയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് 4ാമത്തേത്, ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് 5ാമത്തേത്, ഹൈദരാബാദിൽ നിന്നും ചെന്നൈയിലേക്ക് 6ാമത്തേത്, ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിലേക്ക് 7ാമത്തേത്. നോക്കുക, തെക്കേ ഇന്ത്യക്കാരോട് ഒരു അവഗണനയുമില്ല. ഈ ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് തെക്കേ ഇന്ത്യയിൽ തന്നെയാണ്. അത്രയും വലിയൊരു പദ്ധതിക്കുള്ള യോഗ്യത കേരളത്തിനില്ലാത്തതുകൊണ്ട് മാത്രം തൽക്കാലം അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഉചിതം. മെട്രോ സിറ്റികളെ പരസ്പരം ബന്ധിപ്പിച്ച് ഇന്ത്യയുടെ വേഗത കൂട്ടാനുള്ള പദ്ധതിയുടെ ഭാഗമാണിത്. ഈ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി നമ്മുടെ സമയം ലാഭിക്കുന്നത് എത്രയെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല.